മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 7 മാർക്കിന് ഉറപ്പായും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പഠിച്ചു വെച്ചോളുക. ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും നമ്മളോട് ചോദിക്കും. അപ്പോൾ ഈ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ചോദ്യ രൂപങ്ങൾ നമുക്ക് പരീക്ഷയിൽ കഴിഞ്ഞ മോഡൽ എക്സാമിൽ, അതായത് നമ്മളുടെ മലയാളം മോഡൽ എക്സാമിൽ സെക്കൻഡിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? അവൻ ഏറ്റവും മനപ്പീഡ തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു. തനിക്ക് കൈവന്ന ഭാഗ്യം തൻ്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു. ഏത് പാഠഭാഗമാണ്? മുറിപ്പാടുകൾ എന്ന സാറാ തോമസിന്റെ നോവൽ ഭാഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുണ്ടായ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇത് ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. ചോദ്യം എന്താണ്? സൂചനകളും കഥയും വിശകലനം ചെയ്ത് ജോസ് എന്ന കഥാപാത്രത്തിന് നിരൂപണം തയ്യാറാക്കുക. 7 മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ. 7 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണങ്ങൾ മലയാള സെക്കൻഡിൽ ഏതൊക്കെ വരും എന്ന് നിങ്ങൾക്കറിയോ? ആ കംപ്ലീറ്റ് കഥാപാത്ര നിരൂപണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കണ്ടു നോക്കണം. ഓക്കെ, കാരണം നമുക്ക് സാധ്യതയുള്ള എല്ലാ കഥാപാത്രവും ഏത് വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട എങ്ങനെയാണ്? ഇന്ന കഥാപാത്ര നിരൂപണമേ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ വരാൻ സാധ്യതയുള്ള എല്ലാ കഥാപാത്ര നിരൂപണങ്ങളും നമ്മൾ അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പിന്നെ ഏത് വന്നാലും എന്ത് ചെയ്യാൻ പറ്റണോ? നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തതുകൊണ്ട് ടീച്ചർ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് പറയണത്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ്? ഏകാന്തതയുടെ വലിയൊരു തടവറയിൽ ജീവിക്കുന്ന കഥാപാത്രമാണ് ആരുടെ ജീവിതം, അല്ലെങ്കിൽ ആരുടെ കഥാപാത്രം? ജോസിന്റെ കഥാപാത്രം അല്ലെ. അനാഥാലയത്തിലാണ് ജോസ് വളരുന്നത് അല്ലെ. ആദ്യം സിസ്റ്റർ തെരേസ ആണ് എന്ത് ചെയ്യുന്നത്? ആ കുഞ്ഞിനെ അമ്മയുടെ സ്നേഹം നൽകി വളർത്തുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? ഫാദർ ഫ്രാൻസിസിന്റെ അല്ലെ അനാഥാലയത്തിലേക്ക് വരുന്നു. അപ്പോൾ ക്ലാസ് മുറിയിലൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അനാഥരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് എന്തൊക്കെയാണ് നഷ്ടമുള്ളത് ജീവിതത്തിൽ എന്നുള്ള ബോധം തിരിച്ചറിയുന്നത് അല്ലെ. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വിഷമമൊക്കെ കടന്നു പോകുമെങ്കിലും ആരുമില്ലാത്തവൻ അല്ലെ എന്ന് കുട്ടികൾ അല്ലെ പരിഹസിക്കുന്ന സമയത്തായിരുന്നു ഭയങ്കര ദുഃഖം തോന്നിയിരുന്നതെന്ന് പറയുകയാണ് അല്ലെ. അപ്പോൾ എന്താണ്? അവനെ സ്നേഹിക്കാനും അല്ലെ തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ഒക്കെ ജീവിതത്തിൽ ആരുമില്ലല്ലോ എന്നുള്ള വേദന എല്ലാവരെയും പോലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് അല്ലെ. ഒരു ചേർത്ത് നിർത്തലും നമ്മളുടേതെന്ന് പറയാനുള്ള പ്രിയപ്പെട്ട ആളുകളൊക്കെ എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞു മനസ്സും എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ അല്ലെ ആരെയാണ്? ഫാദർ ഫ്രാൻസിസിനെ പരിചയപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത്തരം വിഷമങ്ങളൊക്കെ നമ്മുടെ ജോസിന് മാറുകയാണ്. ഓക്കെ, മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു അവൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിന് മാർഗദർശിയാവാൻ ആളുകളുണ്ട് എന്ന തോന്നലാണ് ജോസിനെ മികച്ച വിദ്യാഭ്യാസം അല്ലെ. ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തെ എന്താണ് മാറ്റിമറിക്കാൻ കെൽപ്പുള്ളത് എന്തിനു മാത്രമാണ്? എഡ്യൂക്കേഷന്, വിദ്യാഭ്യാസത്തിന് മാത്രമാണെന്ന് ജോസ് തിരിച്ചറിയും. അത്രയധികം ആത്മാർത്ഥതയോടെ പിന്നെ ജോസ് എന്ത് ചെയ്യാണ്? അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ പാഠഭാഗത്തിൽ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണു? ജീവിതത്തിൽ ഉയർച്ച നേടാൻ വേണ്ടി അല്ലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ ആരിലൂടെ കാണുന്നത്? ജോസിലൂടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 7 മാർക്കിന്റെ മറ്റൊരു ചോദ്യം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു അല്ലെ. ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്നത് നമ്മളുടെ 3rd യൂണിറ്റിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ്. എന്താണ് ഈ പാഠഭാഗം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇതൊരു അവതാരികയാണ് അല്ലെ. എന്തിന്റെ അവതാരികയാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ആരുടെ നാടകമാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നാടകത്തിന് കെ കേളപ്പൻ തയ്യാറാക്കിയിട്ടുള്ള അവതാരികയാണ് നമ്മളുടെ 3rd യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചരിത്രം രചിച്ച നാടകം അല്ലെ. ചരിത്രത്തെ എന്താണ് മാറ്റിത്തീർത്തൊരു നാടകമായിരുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു നാടകത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം എന്താണ്? അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു. ആ സമൂഹത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾക്ക് അല്ലെ കാരണമായി തീർന്ന ഒന്നായിരുന്നു ആ നാടകം എന്ന് പറയുന്നത്. അപ്പോൾ നവകേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പാഠഭാഗം വിശകലനം ചെയ്ത് നാടകവും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയം എന്താണ്? നാടകവും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ എന്ത് ചെയ്യുക? പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം. അപ്പോൾ നമുക്കിവിടെ എന്തറിയണം? ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? കഥാപാത്ര നിരൂപണം പഠിച്ചു. 7 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒന്നെന്താണ്? കഥാപാത്ര നിരൂപണമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? 7 മാർക്കിന് നമ്മളോട് ചോദിച്ചത് പ്രഭാഷണമാണ്. അപ്പോൾ പ്രഭാഷണം എന്താണ്? നമ്മുടെ
അല്ലേ, നമ്മൾ ആളുകളോട് എന്താണ് പ്രഭാഷണം സംസാരിക്കുകയാണ് ചെയ്യണത് പ്രഭാഷണത്തിൽ, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അഭിസംബോധന അല്ലേ വേണം, ആവശ്യമാണ്. അപ്പോൾ മാന്യരെ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം പ്രഭാഷണം. ആകർഷകമായിട്ടുള്ള ഒരു തുടക്കമായിരിക്കണം. കാരണം നമ്മൾ പിടിച്ചിരുത്താണ്, ആളുകളോട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. ആഹ്വാനത്തിൻ്റെ ഭാഷയായിരിക്കണം, വളരെ ലളിതവും ശക്തവുമായിട്ടുള്ള ഭാഷയിലായിരിക്കണം. അങ്ങനെ വളച്ചു കെട്ടി അങ്ങനെ നീട്ടിപ്പരത്തിയൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. കൃത്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അവതരിപ്പിക്കുക. ലളിതമായ ഭാഷയിലായിരിക്കണം, മനോഹരമായിട്ടുള്ള രീതിയിലാണ്. അവസാനം നന്ദി നമസ്കാരമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രഭാഷണം വൈൻഡപ്പ് ചെയ്യേണ്ടത്, അല്ലേ. അപ്പോൾ ഇവിടെ വിഷയ കേന്ദ്രീകൃതമായിട്ടാണ് പ്രഭാഷണം തയ്യാറാക്കുക. പ്രസംഗം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യുന്നു, വഴിതെറ്റി പല വഴിയിലേക്കൊക്കെ പോകും. എന്നാൽ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്താണോ വിഷയം, അല്ലെ, ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്താണ്, കേരളത്തിലെ നാടക പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് സാമാന്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഈ നാടകങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നലെ ലൈവുകളിലൊക്കെ ആയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്, അല്ലേ. യോഗക്ഷേമ നാടകങ്ങൾ, സാമൂഹ്യ നാടകങ്ങൾ, സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ മുഴുവൻ അല്ലെ ഒരു കാലത്ത് മാറ്റി തീർത്ത നാടകങ്ങളിലൂടെയായിരുന്നു. കെ ടി മുഹമ്മദിനെ പറ്റി നമ്മൾ പഠിച്ചു, മറക്കുടക്കുള്ളിലെ മഹാനരകം നമ്മൾ പഠിച്ചു, ഋതുമതി എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് പഠിച്ചു. പേടിക്കേണ്ട, അറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കും കേട്ടോ. ഇനി മാരത്തോൺ ലൈവുകളൊക്കെ, മെഗാ മാരത്തോണൊക്കെ വരാനുണ്ട്. ഡോൺ വെറി കേട്ടോ, നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മളത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല 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 നാടകങ്ങളിലൂടെയാണ് സമൂഹങ്ങളിൽ നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിലൂടെ എന്തൊക്കെ അനാചാരങ്ങളെയാണ് ഇല്ലാണ്ടാക്കിയത്. ടീച്ചർ പറഞ്ഞു തന്നു. നമ്പൂതിരി സമുദായത്തിൻ്റെ ഉള്ളിലുള്ള പുരുഷന്മാർ ഒരാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ, അല്ലേ. വൃദ്ധനായാലും അയാൾക്ക് പല വിവാഹം കഴിക്കാമായിരുന്നു ആ ഒരാൾക്ക്, അല്ലേ. മറ്റുള്ള ആളുകൾ എന്താണ്, സംബന്ധം കൂടുമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ വിധവകളായി കഴിഞ്ഞാലുള്ള ജീവിതം എന്ന് പറയുന്നത് അതിദാരുണമായിരുന്നു. അല്ലെങ്കിലേ ദാരുണമായിരുന്നു സ്ത്രീകളുടെ ജീവിതം, അല്ലേ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസമില്ല, വേദവും അല്ലെ മന്ത്രങ്ങളും മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 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 എന്താ പറയുക, സമുദായത്തെ പരിവർത്തിപ്പിക്കുകയായിരുന്നു എന്ത് ചെയ്തത്, ഈ ഒരു നാടകത്തിലൂടെ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലേ, നമ്മുടെ സംസ്കൃത നാടകങ്ങൾ, സംഗീത നാടകങ്ങൾ, ഇവിടെ ഒരുപാട് തരത്തിലുള്ള നാടകങ്ങൾ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ കേരളത്തിൽ ആളുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാള നാടക പാരമ്പര്യത്തിന് സാമൂഹ്യ നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വളരെ ശക്തമായിട്ടുള്ളൊരു അടിത്തറയുണ്ട്, അല്ലേ. വളരെ ശക്തമായ മാറ്റങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സാമൂഹ്യ നാടകങ്ങൾ അല്ലെങ്കിൽ യോഗക്ഷേമ നാടകങ്ങൾ എന്താണ്, പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടിച്ചിട്ട് പറഞ്ഞില്ലേ, മറക്കുടയ്ക്കുള്ളിൽ മഹാനരകം, ഋതുമതി, നമ്മൾ കെ ടി മുഹമ്മദ് എഴുതിയിട്ടുള്ള ഏതാണ് ഇത്, അല്ലേ, ഭൂമിയാണ് എന്ന് പറയുന്ന നാടകം. ഇതൊക്കെ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾക്കിടയിലുള്ള പ്രശ്നത്തെ തുറന്നു കാട്ടിയിട്ടുള്ള നാടകമാണ്. അങ്ങനെ സമൂഹത്തിൽ പല പല സമുദായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, നാടകങ്ങളിലൂടെയാണ് ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ സമകാലികമായിട്ടുള്ള നാടക പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ എഴുതേണ്ടതുണ്ട് ഇവിടെ. പിന്നെ അവതരണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള പുരോഗമനം, അല്ലേ, അതൊക്കെ എന്താണ് നാടകത്തിൽ വന്നതിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിനും മാറ്റത്തിനും പരിണാമത്തിനും ഒക്കെ എന്ത് കാരണമായിട്ടുണ്ട്, നാടകങ്ങൾ, അല്ലേ, നാടക പാരമ്പര്യം കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പ്രഭാഷണം എഴുതേണ്ടത് നമ്മൾ പഠിച്ചു, കഥാപാത്ര നിരൂപണം പഠിച്ചു, 2 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് എന്ത്, ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് അധികവും നമുക്ക് കേരള പാഠാവലി ആണെങ്കിൽ പുറത്തുള്ള ടെക്സ്റ്റിന് പുറത്തുള്ള കൃതികളായിരിക്കും ചോദിക്കുക. മലയാളത്തിൽ അധികം എന്താണ്, ടെക്സ്റ്റിനുള്ളിലുള്ളതായിരിക്കും ചോദിക്കുക. നമുക്ക് ഇവിടെയും ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു വിഷയം മാതൃഭാഷയെക്കുറിച്ചായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് അല്ലേ ഒരുപാട് എന്താ പറയുക ചോദിക്കാൻ സാധ്യത ടീച്ചർ കാണുന്നത്. അതായത് മലയാള ഭാഷയെക്കുറിച്ച് ഒരുപാട് എന്താ പറയുക കവിതകൾ ഉണ്ടായിട്ടുള്ള, മലയാള ഭാഷയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് ഒരുപാട് കവിതകൾ, അല്ലേ, മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കവിതകൾ, അല്ലേ, എന്താ പറയുക നമ്മുടെ, അല്ലേ, വള്ളത്തോളിൻ്റെ തന്നെ എന്താണ് ഒരുപാട് കവിതകളുണ്ട് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന. തറവാട്ടമ്മ, അമ്മ മലയാളം, കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ അമ്മ മലയാളം, സച്ചിദാനന്ദൻ്റെ കൃതിയുണ്ട്, ONV കുറുപ്പിൻ്റെ, അല്ലേ, നന്മൊഴി നറുമൊഴി, അല്ലെ, ഇങ്ങനെ ഒരുപാട് കൃതികൾ. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കോർത്തൊരു പൊന്നുനൂൽ പോലെ, അല്ലേ, ONVയുടെ കവിതയാണ്. അതേപോലെ നന്മൊഴി നറുമൊഴി മലയാളം, നമ്മുടെ താഴ്മൊഴി മലയാളം, ONVയുടെ തന്നെ വരിയാണ്. പിന്നെ കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ അങ്ങനെ തുടങ്ങുന്ന, അല്ലെ, കുരീപ്പുഴയുടെ അമ്മ മലയാളം എന്ന് പറയുന്ന കവിത. പിന്നെ ഏതാണ്, അമ്മിഞ്ഞ പാലോലും ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞ്, അല്ലേ, എന്ന് തുടങ്ങുന്ന തറവാട്ടമ്മ, വള്ളത്തോളിൻ്റെ കവിത. ഇങ്ങനെ ഒരുപാട് ഭാഷയുമായി, അല്ലെ, മലയാള ഭാഷയെ കുറിച്ചുള്ള കവിതകൾ മലയാളത്തിലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് തന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മളോട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നോക്കുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ളൊരു ആമുഖം, തലക്കെട്ട് ആവശ്യമാണ്.
ഏത് കവിത ആരെഴുതി, അല്ലേ? മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള ഇപ്പോൾ വള്ളത്തോളാണെങ്കിൽ വള്ളത്തോൾ, അല്ലേ, ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. ഒരുപാട് കവിതകൾ, ഭാഷാസ്നേഹമുള്ള കവിയാണ്, അല്ലെ? മറ്റുള്ള ഭാഷകൾ കേവലം താത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയ കവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ എൻ്റെ ഭാഷ തന്നെയായിരിക്കാം എന്ത് ചെയ്യുന്നത്, ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക, അല്ലെ, ചോദിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ പുറത്തുള്ള ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ കവിതകളായിരിക്കാം ചോദിക്കുക, അല്ലെ? അതല്ലെങ്കിൽ ഏത് കവിതയാണോ ചോദിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. വരികളുടെ ആശയം വേണം. വരികളുടെ ആശയം ലൈൻ ബൈ ലൈൻ ആയിട്ടല്ല, അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്ത് ചെയ്യണം, ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എഴുതണം. വാങ്മയ ചിത്രങ്ങൾ, വാക്കുകൾ കൊണ്ട് കവി കവിതയിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങളെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുക, അല്ലേ? അതേപോലെ കാവ്യപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ കാവ്യ വിശകലനം, പ്രയോഗങ്ങൾ, നമ്മുടെ നിരീക്ഷണം, കാലിക പ്രസക്തി, പുതിയ കാലത്ത് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മലയാള ഭാഷയാവുന്ന സമയത്ത് പുതിയ കാലത്തോ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് എഴുതാം, അല്ലെ? ഉപസംഹാരം എഴുതണം, നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉപസംഹാരത്തിൽ വരണം. അതേപോലെ, അല്ലെ, ഗ്രാമർ പരമായിട്ടുള്ള ആദ്യാക്ഷരപ്രാസമുണ്ടോ, അന്ത്യാക്ഷരപ്രാസമുണ്ടോ, ദ്വിതീയാക്ഷരപ്രാസമുണ്ടോ, വാക്കുകൾ ഒരേ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ടോ, ശബ്ദ സൗന്ദര്യമുണ്ടോ, അതൊക്കെ ഇവിടെ എഴുതാവുന്നതാണ്, നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാവുന്നതാണ്. അടുത്ത എന്താണ്, പ്രഭാഷണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഉപന്യാസമാണ്. പല വിഷയങ്ങളിലും എന്ത് ചെയ്യുന്നു, നമുക്ക് ഉപന്യാസങ്ങൾ ചോദിക്കും. ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗമാണ് നമുക്ക് ഉപന്യാസത്തിന് ഉണ്ടാവേണ്ടത്. ആമുഖം വേണം, പിന്നെ എന്താണ്, പ്രതിപാദ്യ വിഷയം, അല്ലെ? ആമുഖത്തിൽ നമ്മൾ ആ വിഷയത്തെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഏതാണോ നമുക്ക് കിട്ടിയ ടോപ്പിക്ക് അതിന് വിശദമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആമുഖത്തിൽ നമ്മൾ എഴുതണം. പിന്നെ പ്രതിപാദ്യ വിഷയമാണ്. പല 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 എന്താ പറയുക, ഉപവിഷയങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയത്തെ ഖണ്ഡികകൾ തിരിച്ച്, പാരഗ്രാഫുകൾ തിരിച്ച്, കവിവാക്യങ്ങളും കോട്സുകൾ, വരികൾ, അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രസകരമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഉപസംഹാരം, കൺക്ലൂഷനാണ്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മളുടെ നിഗമനമാണ്. അതെന്ത് ചെയ്യണം, നമ്മൾ വളരെ, അല്ലേ, നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന, അല്ലെ, നമ്മളുടെ നിഗമനങ്ങൾ എന്ന് കൂടെ നമ്മൾ എഴുതണം. പിന്നെ ലാസ്റ്റ് എന്താണ്, മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ. അപ്പോൾ ഏതെങ്കിലും പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പത്രാധിപർ എഡിറ്റർ തയ്യാറാക്കുന്നതിനാണ് നമ്മൾ മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. സമകാലികമായ ഏതെങ്കിലും സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും പലപ്പോഴും നമ്മളോട് എഡിറ്റോറിയൽ എഴുതാൻ പറയുക. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെയുണ്ട്, അല്ലേ? ടീച്ചർ പറഞ്ഞുതരാം ഏതൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ 7 മാർക്കിന് ചോദിക്കുക എന്നുള്ള വിഷയങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോഴും വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള ഭാഷയിലാണ്, ലളിതമായ ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ, അല്ലേ, തലക്കെട്ടൊക്കെ കൊടുത്ത്, ആമുഖം വേണം, അതിനും പാരഗ്രാഫുകൾ തിരിച്ചാണ് എഴുതേണ്ടത്. ലാസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അഭിപ്രായങ്ങളാണ് എന്തിൽ എഴുതേണ്ടത്, എഡിറ്റോറിയലിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ടീച്ചർ പറയാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 7 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്നാണ്. കഥാപാത്ര നിരൂപണം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാം 100%. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത്തരം കഥാപാത്രങ്ങളെയൊക്കെ വെച്ചിട്ട് ടീച്ചർ ഒരു വീഡിയോ ചെയ്യും, അത് കാണണം. അപ്പോൾ അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്, ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം, ഇതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, പരിസ്ഥിതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പരിസ്ഥിതി, അല്ലെ, പരിസ്ഥിതിയിൽ എന്താ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം, പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളായിരിക്കാം, അല്ലെ? അത് ഏതൊക്കെ പാഠമായിട്ട് വരാം, കെത്തളു എന്ന് പറയുന്ന പാഠഭാഗമായി വരാം. അതേപോലെ എന്താണ്, ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന പാഠഭാഗമായിട്ട് വരാം. ഓക്കെ, അതേപോലെ തന്നെ പരിസ്ഥിതിയെ, അല്ലെ, നമ്മൾ എന്താ പറയുക, അല്ലെ, അത്തരം ചോദ്യങ്ങൾ, അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുന്ന കവിതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 വരെ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യം, അത്തരത്തിലുള്ള വരികളൊക്കെ എന്ത് ചെയ്യുക, കവിത ടീച്ചർ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, അങ്ങനെയുള്ള വരികളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു വിഷയം എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെ? അത് മുഖപ്രസംഗം, ഉപന്യാസം, പ്രഭാഷണമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ഫിസയുടെ, അല്ലെ, കഥാപാത്രത്തൊക്കെ വെച്ചുകൊണ്ട് എന്താണ്, പുതിയ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുക. പിന്നെ മലയാള ഭാഷയാണ്, അല്ലെ? മലയാള ഭാഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. ഇത് മാത്രമല്ല മറ്റനേകം, അല്ലെ, പ്രശ്നങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്, അല്ലെ, എന്ത് വന്ന് കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ മക്കളെ സെറ്റ് ആക്കിയിട്ട് ഞാൻ നാളെ പരീക്ഷയ്ക്ക് വിടുള്ളൂ. ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രീതി മിസ്സുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഗാ മാരത്തോൺ ലൈവുകളിൽ എല്ലാ പാഠഭാഗങ്ങളും സെറ്റാക്കി എല്ലാ സാധ്യതയുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടാണ് നാളെ നമ്മൾ എക്സാമിന് പോവുക. ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക, ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള കോണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതുകൂടെ മക്കൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമോ കേട്ടോ, നന്നായിട്ട് പഠിക്കുമോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.